വളരെയേറെ വിഷമത്തോടെയാണ് വാസ്തവം പറഞ്ഞാൽ ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ടി വരുന്നത്. ഒരു അല്പം പോലും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. കാരണം എന്നും പുരോഹിതരെയും അച്ഛന്മാരെയും ഒക്കെ സന്യസ്തരെ എല്ലാവരെയും വളരെയേറെ ബഹുമാനത്തോടും ആദരവോടും ഒക്കെ കരുതിയിട്ടുണ്ട്. അവര് ദൈവത്തിന്റെ പുരുഷന്മാരാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച കുറെ കൂട്ടരാണ് ഞങ്ങൾ എല്ലാവരും. അതൊക്കെ വഞ്ചിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം, അത് പറയാതിരുന്നാലുണ്ടാകുന്ന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ശരിയില്ലായ്മ, അതുകൊണ്ടൊക്കെയാണ് ഇന്നിവിടെ വരാമെന്ന് വിചാരിച്ചത്, ഇങ്ങനെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തിരുസഭ എന്ന് പറയുന്നത് തന്നെ 24 പൗരസ്ത്യ സഭകളും ഒരു ലാറ്റിൻ റൈറ്റും കൂടെ കൂടിയതാണ്. പാശ്ചാത്യ സഭയും റൈറ്റും കൂടെ ഉള്ളതാണ്. അതിൽ 24 പൗരസ്ത്യ സഭകളും ദൈവോന്മുഖമായിട്ടാണ് കുർബാനയിരിക്കുന്നത്. നമ്മൾ മാത്രം അങ്ങനെയല്ല. രണ്ടാം വാറ്റിക്കൻ കൗൺസിലിൽ പറഞ്ഞിരിക്കുന്നത് ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ്, നിങ്ങളുടെ റൂട്ട്സിലേക്ക് പോവാ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഒരിക്കലും ഉദ്ദേശിച്ചില്ല ഗർവാപസിയാണ്. അതായത് നമ്മൾ പുഷ്പാർച്ചന നടത്തണമെന്നോ അതല്ലെങ്കിൽ ഓമെന്ന് പറയണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ്, ഗോ ബാക്ക് ടു യുവർ സ്പിരിച്വൽ റൂട്ട്സ്. അതായത് സുറിയാനി പാരമ്പര്യത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതനുസരിച്ച് ബാക്കി എല്ലാവരും പോയപ്പോ നമ്മളുടെ സഭാ നേതാക്കന്മാര് പറയുകയാണ്, എന്താ എങ്ങനെ വേണമെങ്കിലും കുർബാന മുന്നോട്ട് നോക്കി ചെന്നെങ്കിൽ അങ്ങനെ ഇരിക്കും, ഇനി തമ്പ്രാനെ നോക്കി ചെന്നെങ്കിൽ അങ്ങനെ ചൊല്ലിക്കോ. ഏത് റീത്തുണ്ട് ഈ ലോകത്തില്? വ്യത്യസ്തമായ കുർബാന അതേ റീത്തിലുള്ളത് നമ്മളുടേതല്ലാതെ ലോകം എവിടെയാണേലും ഏത് ഭാഷയിൽ അവർ കുർബാന ചെയ്യാനും അവരുടെ ആരാധന ക്രമം ഒന്നേ ഉള്ളൂ. 2 രീതികളില്ല, ഒരേ ഒരു രീതിയേ ഉള്ളൂ. പക്ഷെ നമ്മളോട് പറയാണ് എന്ത്, ഏത് വേണേലും രീതി ഉപയോഗിച്ചോളൂ. നിങ്ങൾക്ക് മുന്നോട്ട് നോക്കി ജനാഭിമുഖ കുർബാനകളിൽ അങ്ങനെ ചെല്ലാം, അതല്ല നിങ്ങൾക്ക് തമ്പുരാനെ നോക്കി വേണം ചെല്ലണമെങ്കിൽ അങ്ങനെ ചെല്ലാം. അതായത് നമ്മളുടെ കുർബാനയുടെ സാങ്ക്ടിറ്റിയെ തന്നെയാണ് ഇത് സംരക്ഷിക്കേണ്ടവര് ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നത്. അപ്പൊ ഏത് തോന്നിയ രീതിയിലും ചെല്ലാവുന്നതാണോ നമ്മുടെ കുർബാന? അത് അതിന് പ്രത്യേക ഒരു രീതിയില്ല. നമുക്ക് വളരെയേറെ വിഷമം വരുന്ന അവരാണ് നമ്മളെ നമ്മളല്ല അവരെ അടുത്തേക്ക് പോകുന്നത്. ഇതിനൊരു മുഖ്യമായ കാരണം എനിക്ക് തോന്നുന്നത് ഇതിന് മുഖ്യ കാരണമെന്ന് എനിക്ക് തോന്നുന്നത് പലപ്പോഴും പൗരോഹിത്യത്തെ അവര് ഒരു വിളിയായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. ഇറ്റ് ഇസ് നോട്ട് എ കോളിംഗ്, മറിച്ച് അതൊരു തൊഴിലായിട്ടാണ്, ഒരു പ്രൊഫഷൻ മാത്രമായിട്ടാണ് കരുതുന്നത്. അവിടെയാണ് പറ്റിയ പിഴവ് മുഴുവൻ. നമ്മുടെ ഇടയന്മാരില്ല ശരിയായ മാർഗം കാണിക്കാൻ, നമ്മുടെ ഇടയിൽ വന്ന് നമ്മളോടൊത്ത് നമുക്ക് വേണ്ടത് പറഞ്ഞു തരാൻ. പണ്ട് അങ്ങനെയായിരുന്നു, ഇന്നിപ്പോ അങ്ങനെയല്ല. നമുക്ക് അങ്ങനെയുള്ളവരില്ല. അച്ഛനായാലും പള്ളിയിൽ കുർബാന ചൊല്ലി എത്രയും പെട്ടെന്ന് തീർന്നിട്ടും അതിന് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പല സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനങ്ങളൊക്കെ നടത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഒരു വ്യക്തി പറഞ്ഞാൽ റബ്ബർ വെട്ടുകാരുടെ പോലെയുള്ള ഒരു തൊഴിൽ പോലെ കാരണം രാവിലെ വന്ന് റബ്ബർ വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പാലെടുക്കാൻ വേറെ ഒരാൾ കാണും. ഇവർക്ക് അവർക്ക് വേറെ ഏതെങ്കിലും പണി ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ അച്ഛൻ കുർബാന ഒരു തൊഴിൽ കപ്പിൽ നടത്തുന്ന പോലെ വെച്ചിട്ട് പിന്നെ അവരുടെ വേറെ എൻഗേജ്മെന്റ്സിലേക്ക് പോവുകയാണ്. അല്ലാതെ ജനങ്ങളുടെ ആവശ്യങ്ങളും ദൈവത്തെ അവരിലേക്ക് എത്തിക്കുന്നതും സന്മാർഗങ്ങളും ഒന്നും പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ അച്ഛന്മാർക്ക് ഇപ്പൊ നേരെയില്ല. അവർക്ക് സ്ഥാപനങ്ങൾ നടത്തേണ്ട അത് കഷ്ടമാണ്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഒത്തിരിയേറെ നശിച്ചു പോകുന്നതിന് കാരണം ശരിയായ മാർഗം കാണിച്ചു തരേണ്ടവർ അവിടെ ഇല്ല. ദേ ആർ അതർവൈസ് എൻഗേജ്.
മെറ്റീരിയൽ പ്രോസ്പെറിറ്റി. പണത്തിന്റെ പിന്നാലെയാണ് നമ്മുടെ മൂല്യങ്ങൾ മാറി. സോ സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്. സ്പിരിച്വാലിറ്റിയേക്കാളും ഇമ്പോർട്ടന്റ് എന്താ മണി പവർ രണ്ടും. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിപ്പോയത്. അവിടെയാണ് നമ്മൾ തിരുത്തലുകൾ വരേണ്ടത്. അപ്പൊ ഇപ്പോഴത്തെ കൊച്ചു അച്ഛന്മാരെ ആകാൻ വരുമ്പോ തന്നെ അവരുടെ ട്രെയിനിങ് സെന്ററിൽ തന്നെ അവർക്ക് സ്പിരിച്വാലിറ്റിയാണ് കൊടുക്കേണ്ടത്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും സോഷ്യൽ വർക്ക്, MSW, BSW അതൊക്കെയാണ് അച്ഛന്മാരെ പഠിപ്പിച്ചത്. ഇപ്പൊ കൂടുതലും MBA ആണ്, ബിസിനസ് മാനേജ്മെന്റ്. ഇറ്റ്സ് എ ബിസിനസ്, ബിഗ് ബിസിനസ് എന്നുള്ള ഒരു അവസ്ഥയാണ്. അത് നമുക്ക് വളരെയേറെ വിഷമമുള്ള കാര്യം. അതല്ല നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതല്ല നമ്മൾ അവരെ കാണുന്നത്. നമ്മള് തമ്പുരാനെയാണ് അവരെ കാണുന്നത്, നമ്മള് ഈശോയുടെ പ്രതിപുരുഷന്മാരായിട്ടാണ് അവരെ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ പണത്തിന്റെ പിന്നാലെ ഓടുന്നവരും പണം ഉണ്ടാക്കാൻ തത്രപ്പെടുന്നവരുമായിട്ട് അവരെ